ഹായ്, വെൽക്കം ബാക്ക്. നമ്മൾ FIR ഫിൽറ്ററിൻ്റെ ഡിസൈനായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതിൽ ഫ്രീക്വൻസി സാമ്പിളിംഗ് ടെക്നിക്കിൻ്റെ ഒരു പ്രോബ്ലം കഴിഞ്ഞ ലെക്ചറിൽ കണ്ടു. ഈ ലെക്ചറിൽ നമ്മൾ മറ്റൊരു പ്രോബ്ലം കാണുകയാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: യൂസിങ് ഫ്രീക്വൻസി സാമ്പിളിംഗ് മെത്തേഡ് ഡിസൈൻ എ ബാൻഡ് പാസ് ഫിൽറ്റർ വിത്ത് എ ഫോളോയിങ് സ്പെസിഫിക്കേഷൻ. സാമ്പിളിംഗ് ഫ്രീക്വൻസി f is equal to 8000 Hz, കട്ട് ഓഫ് ഫ്രീക്വൻസി FC1 തന്നിട്ടുണ്ട്, FC2 തന്നിട്ടുണ്ട്. Determine the filter coefficient for n is equal to 7. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കേസിൽ നമുക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതിനെക്കാട്ടും. ഇവിടെ നമുക്ക് എന്താണ്, ഫ്രീക്വൻസി എഫിൻ്റെ ടേമിലാണ് തന്നിട്ടുള്ളത്. നമുക്കിത് ഒമേഗയുടെ ടേമിലേക്ക് മാറ്റണം. നമ്മൾ കണ്ടിട്ടുള്ള റെസ്പോൺസ് എല്ലാം എന്താണ്, ഒമേഗയുടെ ടേമിലാണ്. സോ നോർമലി ഇതിൻ്റെ സൊല്യൂഷൻ കാണുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുക, നമ്മൾ ഡിസൈഡ് റെസ്പോൺസ് കാണുകയാണ്. സോ റെസ്പോൺസ് കാണുന്നതിന് മുമ്പായിട്ട് നമുക്കെന്താണ്, ഇതിനെയൊക്കെ ഒമേഗയുടെ ടേമിലേക്ക് മാറ്റണം. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞിരുന്നു ഡിജിറ്റൽ സാമ്പിളിംഗ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യില്ല, വി വിൽ ഓൺലി കൺസിഡർ പോസിറ്റീവ് സൈഡ്. സോ ഇവിടെ നമുക്ക് 0 to 2π എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് നമുക്ക് എടുക്കാം. സോ ഇതിൽ ഒമേഗ C1 ദറ്റ് ഈസ് FC1-നകത്ത് നമുക്ക് ഒമേഗ C1 കണ്ടുപിടിക്കാം. 2π FC1 എന്നുള്ള FC1 ഇൻറ്റു T എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട്. ഇതിൽ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് 1/f. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, 2π FC1 ദറ്റ് ഈസ് ഫസ്റ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി. നമുക്കിവിടെ ബാൻഡ് പാസ് ഫിൽറ്ററാണ് തന്നിട്ടുള്ളത്. FC1ൻ്റെ കൂടെ നമുക്ക് 2π/f ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒമേഗ C1 കിട്ടും. സോ വാല്യൂസ് നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, π/4 അല്ലെങ്കിൽ 0.25 π ആയിട്ടാണ് കിട്ടുക. ഇതേപോലെ തന്നെ ഒമേഗ C2 നമുക്ക് കാണാം. ഇതിൽ FC2ൻ്റെ വാല്യൂ ദറ്റ് ഈസ് 3000 Hz എന്ന് പറഞ്ഞ വാല്യൂ ഈ സെയിം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒമേഗ C2 കിട്ടും. ദറ്റ് ഈസ് 0.75 π. ഓക്കെ, ഓർ 3/4 π. സോ നമുക്ക് ഒമേഗ C1 ആൻഡ് C2 കിട്ടി. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ റെസ്പോൺസ് നമുക്ക് വരയ്ക്കാം. സോ ഒരു ബാൻഡ് പാസ് ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഫോമിലാണ് വരിക. സോ ബാൻഡ് പാസ് ഫിൽറ്റർ നമ്മൾ 0 to 2π ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്താണ്, 0.25 π to 0.75 π ആണ്, അതായത് ഈ റേഞ്ചാണ്. ഇനി ഇതേപോലെ നമുക്ക് നെഗറ്റീവ് സൈഡിലുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിജിറ്റൽ സിഗ്നൽ ആയതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് സൈഡിലേക്ക് മാറ്റുകയാണ്. സോ 0 to 2πയുടെ അകത്ത് തന്നെ ഈ ഒരു സെയിം സാധനം റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ വരും. സോ ഈ ഒരു സെയിം റേഞ്ച് തന്നെ 5π/4 to 7π/4 നമുക്കിവിടെ കിട്ടും. സോ ദാറ്റ്സ് ലൈക്ക് 1.25 to 1.75. സോ 0 to 2πയുടെ അകത്താണ് നമ്മുടെ ഈ ബാൻഡ് പാസ് ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് വരുന്നത്. സോ ഇതായിരിക്കും നമ്മളുടെ ഡിസൈർഡ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു സിമെട്രിക് സിഗ്നൽ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ആൽഫ എന്ന് പറയുന്നത് എവിടെയാണ്, ഈ പോയിൻ്റാണ് നമ്മുടെ ആൽഫ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് പറയാം, ഇതിൻ്റെ ഡ്യൂ ടു സിമെട്രിസിറ്റി n-1/2 ദെൻ ദർ വിൽ ബി ആൻ എക്സ്പൊണൻഷ്യൽ ടേം ഇൻ ദ എക്സ്പ്രഷൻ. അത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ HD ഓഫ് e⁻j⍵ എന്ത് വരും, നമുക്കിത് വാല്യൂ ഇവിടെ 1 ആണ്, പക്ഷെ അതിൻ്റെ കൂടെ ആൽഫ എന്ന് പറയുന്നത് 0 അല്ലാത്തത് കൊണ്ട് നമുക്കിതിന് ആദ്യം കണ്ടിരുന്ന പ്രോബ്ലത്തിലൊക്കെ ആൽഫ 0 ആയതുകൊണ്ട് ഈ ടേം നമുക്കില്ലായിരുന്നു. അത് e⁻0 എന്നുള്ളത് 1 ആയി പോയിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് മിഡിൽ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെയാണ്. സോ ദാറ്റ് മീൻസ് 1 ഇൻറ്റു e⁻j⍵ എന്നുള്ള ടേമാണ് വരിക. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1. സോ ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്താണ്, ദറ്റ് ഈസ് π/4 to 3π/4 ദറ്റ് ഈസ് 0.25 π to 0.75 π നമുക്ക് വാല്യൂ ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ 3π/4 to 5π/4 ദറ്റ് ഈസ് 0.75 to 1.25 നമുക്ക് 0 ആയിരിക്കും. ദെൻ അഗെയിൻ 5π/4 to 7π/4 അത് നമുക്ക് അഗെയിൻ എന്താണ്, e⁻j⍵ കിട്ടുക. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് പറയാം, ദാറ്റ് ഈസ് n-1/2 ദാറ്റ് ഈസ് 7 ആണ് നമുക്കിവിടെ തന്നിട്ടുള്ള n. സോ 7-1/2 3 ആണ് നമ്മുടെ ആൽഫയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ്
സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് അതിനെ സാമ്പിൾ ചെയ്യുക. n പോയിൻറ്റ്സ് വെച്ചിട്ട് സാമ്പിൾ ചെയ്യുക. എങ്ങനെയാണ് സാമ്പിൾ ചെയ്യുക? ഒമേഗയുടെ വാല്യൂ ഉള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യും? 2πk/n എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഇവിടുത്തെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2πk/n എന്ന് പറയുന്നത് 7 ആണ്. സോ 2πk/7 എന്നുള്ള വാല്യൂ നമ്മൾ 0 തൊട്ട് 6 വരെ n സാമ്പിൾസ് ആണ്. സോ 0 to 6 വരെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ k is equal to 0ക്ക് നമുക്ക് എന്ത് കിട്ടും? 2π0/7 ദാറ്റ് ഈസ് 0. ദെൻ k is equal to 1ന് 0.28 pi, k is equal to 2, 0.57 pi, then k is equal to 3, 0.85 pi ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് k is equal to 4, 1.14 pi, k is equal to 5 and k is equal to 6. സോ നമ്മൾ ഈ 7 സാമ്പിൾസിൻ്റെ ഈ ഒമേഗ k വാല്യൂ കണ്ടുപിടിച്ചു. സോ സാമ്പിൾഡ് ഫ്രീക്വൻസി നമ്മൾ സാമ്പിൾ ചെയ്യുമ്പോൾ നമ്മൾ സാമ്പിൾ ചെയ്യേണ്ട ആ ഒരു ഫ്രീക്വൻസി വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ ഈ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫ്രീക്വൻസി, ഇതാണ് നമ്മളുടെ ഫ്രീക്വൻസി, കണ്ടിന്യൂസ് ആണ് ഈ സാധനം. ഇതിനെ നമ്മളിനി എന്ത് ചെയ്യണം? സാമ്പിൾ ചെയ്തിട്ട് വിത്ത് റെസ്പെക്ട് ടു ദീസ് ഫ്രീക്വൻസി നമ്മൾ എടുക്കണം. സോ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്താണ്? നമുക്ക് വാല്യൂസ് വരുന്നത് 0.25 pi ടു 0.75 പൈയും അതുപോലെ 1.25 pi ടു 1.7 പൈയും ആണ് വരുന്നത്. സോ അതിനകത്ത് വരുന്ന റേഞ്ചുകളുള്ള വാല്യൂസ് എന്തൊക്കെയാണോ അത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ഓക്കെ, സോ ഇവിടുത്തെ കേസിൽ എന്താണ്? ഈ ഫസ്റ്റിൽ 0 ആണ് വരുന്നത്. സോ നമുക്കിവിടെ 0ൻ്റെ അവിടെ റെസ്പോൺസ് ഒന്നും ഇല്ല. സോ ഇത് നമ്മൾ യൂസ് ചെയ്യില്ല. പിന്നെ നമുക്ക് വരുന്നത് എന്താണ്? 0.28 പൈ ആണ്. സോ 0.28 പൈ എന്ന് പറയുന്നത് ഈ റേഞ്ചിനകത്ത് വരുന്നതാണ്. സോ വി വിൽ ടേക്ക് ദിസ്. പിന്നെ വരുന്നത് 0.57 പൈ ആണ്. ദാറ്റ്സ് ഓൾസോ ഇൻ ബിറ്റ്വീൻ ദിസ് റേഞ്ച്. അതും നമ്മളെടുക്കും. പിന്നെ 0.85 പൈ ആണ് വരുന്നത്. 85 പൈ എന്ന് പറയുന്നത് ഈ 0ൻ്റെ റേഞ്ചിലാണ് വരുന്നത്. അതായത് ഈ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് വാല്യൂ വരിക. അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. കാരണം എന്താണ്? ഇവിടെ നമുക്ക് 0 ആണ്. ദെൻ അഗെയിൻ k is equal to 4ൽ 1.14 പൈ ആണ്. അത് അഗെയിൻ ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. സോ വി വിൽ നെഗ്ലക്റ്റ് ദിസ് ഓൾസോ. പിന്നെ 1.4 പൈ, 1.4 പൈ എന്ന് പറയുന്നത് ഈ റേഞ്ചിൽ വരുന്നതാണ്. ഈ റേഞ്ചിൽ വരുന്നത് വി വിൽ ടേക്ക്, അല്ലേ? ഇവിടെ വാല്യൂ നമുക്ക് വരുന്നുണ്ട്, 0 അല്ല. സോ ദിസ് ആൻഡ് 1.71 നമുക്കിവിടെ 1.75 ആണ് വരുന്നത്. സോ ഈ വാല്യൂ ഇതിനകത്ത് തന്നെയാണ് വരിക. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഈ ഒരു റേഞ്ചും അതുപോലെ തന്നെ ഈ വാല്യൂസും നമ്മൾ എടുക്കുന്നു. ബാക്കിയുള്ള വാല്യൂസ് എല്ലാം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാണ്. കാരണം ഈ റെസ്പോൺസിനകത്ത് അതൊക്കെ 0 ആണ് വരുന്നത്. സോ അത് വെച്ചിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഈ രീതിയിലാണ് വരിക. ഞാൻ ഈ ഡോട്ടഡ് ലൈനിൽ കാണിച്ചിട്ടുള്ളതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള റെസ്പോൺസ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ സാമ്പിൾ ചെയ്തിട്ടുള്ളതാണ് ഈ വാല്യൂസ് തന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ പുറത്ത് വരുന്ന വാല്യൂസൊക്കെ നമ്മൾ 0 ആയിട്ട് എടുക്കുകയും ഇതിൻ്റെ അകത്ത് വരുന്ന വാല്യൂസ്, ഈ റെസ്പോൺസ് അതുപോലെ ഈ റെസ്പോൺസ്, ദീസ് 2 റെസ്പോൺസിൻ്റെ ഇടയിൽ വരുന്ന വാല്യൂസ് നമ്മൾ എടുക്കുകയും അതിന് പുറത്ത് വരുന്ന വാല്യൂസൊക്കെ നമുക്ക് എന്താണ്? 0 ആണ്. അതൊക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, സോ നമ്മുടെ h of k സാമ്പിൾഡ് വേർഷൻ ഓഫ് hd of e raised to j omega എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടി? ഈ രീതിയിലാണ് കിട്ടുക. ഇത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ഫോർ k is equal to 0 നമുക്ക് 0 ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ഫോർ k is equal to 1 and 2 ഇത് രണ്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അതിന് നമുക്ക് എന്ത് കിട്ടും? e raised to minus j, ഈ ഇക്വേഷൻ e raised to minus j ആൽഫ എന്ന് പറയുന്നത് നമുക്ക് 3 ആണ്. സോ 3 ഇൻറ്റു ഒമേഗ എന്ന് പറയുന്ന ഒമേഗ k വാല്യൂ ആണ്. സോ 2πk/7 ഫോർ k is equal to 1 and 2 നമുക്ക് കിട്ടും. ദെൻ 3യുടെ കേസിലും 4യുടെ കേസിലും 0 ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല, അല്ലേ? കംപ്ലീറ്റ് 0 ആയിപ്പോയി. സോ 0 ഫോർ k is equal to 3 and 4 ആൻഡ് അഗെയിൻ നമുക്ക് ഈ രണ്ട് വാല്യൂ നമുക്ക് വരുന്നുണ്ട്. സോ e raised to minus j 3πk/7 ഫോർ 5 and 6. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ സാമ്പിൾഡ് വേർഷൻ ഓഫ് h. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? അതിൻ്റെ n സാമ്പിൾസ് വെച്ചിട്ട് h of n കമ്പ്യൂട്ട് ചെയ്യാം. സോ h of n കാണുന്നതിൻ്റെ ഇക്വേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിസ് വാസ് ദ ഇക്വേഷൻ. സോ ഈ ഇക്വേഷനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ്. സോ ഇതിനകത്ത് h of n നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് ഇതാണ്. വാട്ട് ഈസ് n? n എന്ന് പറയുന്നത് നമുക്ക് 7 ആണ്. h of 0 ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് k is equal to 0ക്ക് 0 ആണ് വരുന്നത്. സോ 0 പ്ലസ്
2 ഇൻറ്റു കെ ഈസ് ഈക്വൽ ടു 1 ടു n മൈനസ് 1/2 എന്ന് പറയുന്നത് 3 ആണ് കിട്ടുക. ഓക്കെ, ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു മൈനസ് ജെ 3πk ഡിവൈഡഡ് ബൈ 7, അതാണ് എച്ച് ഓഫ് കെ എന്ന് പറയുന്ന വാല്യൂ, ഇൻറ്റു ദിസ് വാല്യൂ ഇ റേസ് ടു ജെ 2πnk ഡിവൈഡഡ് ബൈ അഗെയിൻ n എന്ന് പറയുന്നത് 7 ആണ്. സോ ഈ ഇക്വേഷനാണ് നമുക്കവിടെ കിട്ടുക. ഈ ഇക്വേഷനകത്ത് നമുക്കറിയാം ഇവിടെ 1 to 3 ആണ് വരുന്നത്, പക്ഷേ നമുക്ക് 3യുടെ കേസിൽ ഇവിടെ എന്താണ് 0 ആണ്. സോ വി ക്യാൻ ചേഞ്ച് ദ ലിമിറ്റ് ആസ് 1 to 2 അല്ലേ. സോ ഈ ഒരു ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇക്വേഷൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ഇതിനകത്ത് ഈ 2 ഔട്ട് എടുത്തു, ബൈ 7 കൊടുത്തു, ഈ രണ്ട് എക്സ്പൊണൻഷ്യനകത്ത് നിന്ന് ഇ റേസ് ടു ജെ 2πk ഡിവൈഡഡ് ബൈ 7 പുറത്തെടുത്തു, ദെൻ n-3 ആണ് നമുക്കിവിടെ കിട്ടുക. സോ ഇതിനകത്ത് നമുക്ക് ആ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, 2 റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു ഇവിടെ കെയ്ക്ക് പകരം 1 വരും, സെക്കൻഡ് ടേമിൽ കെയ്ക്ക് പകരം 2 വരും. സോ 4π/7 നമുക്കവിടെ കിട്ടും. ഓക്കെ, സോ റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു ജെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് കോസ് ഓഫ് ദാറ്റ് ടേം ആണ് അല്ലേ. സോ 2/7 2 കോസ് ഓഫ് ഇവിടെ വരുന്ന ആ തീറ്റയുടെ ടേമാണ് നമുക്കിവിടെ വരിക, 2π/7 ഇൻറ്റു n-3. അതേപോലെ ഇവിടെയും 4π/7 ഇൻറ്റു n-3. സോ ഇതാണ് നമുക്കവിടെ കിട്ടുന്ന എച്ച് ഓഫ് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക, അതിൻ്റെ എച്ച് ഓഫ് എന്നിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ഫോർ n is equal to 0 to 6. സോ ഇതിൽ സിമെട്രിക് ആയതുകൊണ്ട് തന്നെ എന്താണ്, എച്ച് ഓഫ് n is equal to h of n-1 - n ആണ് നമുക്കവിടെ വരിക. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഫോർ n is equal to 0 നമ്മുടെ ആ സെയിം ഇക്വേഷനിൽ n-ന് 0 കൊടുക്കുക. സോ എച്ച് ഓഫ് 0 is equal to എന്ത് വരും, ഈ വാല്യൂ ആണ്. ഇവിടെ നമുക്ക് n-ൻ്റെ ഇവിടെ 0യും അതുപോലെ ഇവിടെയും n-ന് 0 കൊടുക്കുക. സോ ഇത് നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് -0.0792 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ആൻഡ് n is equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ സെയിം ഇക്വേഷൻ കാൽക്കുലേറ്ററിനകത്ത് ഡയറക്റ്റ് ചെയ്താൽ മതി. അതിൽ n-ൻ്റെ അവിടെ നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് ദീസ് വാല്യൂസ് ഫോർ n is equal to 3 ദിസ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ സിമെട്രിക് സിഗ്നലാണ്. സോ n is equal to 4 നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, this equation h of 4 is equal to h of 7 - 1 - 4, that is h of 2. h of 2 എന്ന് പറയുന്നത് എന്താണ്, h of 2 is 0.1145. സിമിലർലി n is equal to 5 നമുക്ക് h of 1 ആണ് കിട്ടുക. h of 1 എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്, that is same as this. and h of 6 നമുക്ക് h of 0 ആണ് വരിക, that is this. സെയിം വാല്യൂ നമുക്ക് കിട്ടും. സോ യൂസിങ് ദിസ് സിമെട്രി കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്തു, h of 0 to h of 6 വരെയുള്ള വാല്യൂസ് കണ്ടുപിടിച്ചു. ഇനി ഫൈനൽ സ്റ്റെപ്പിൽ എന്താണ് നമ്മൾ ചെയ്യുക, ആ h of n-ൻ്റെ z ട്രാൻസ്ഫോം കാണാം. ഓക്കെ, സോ z ട്രാൻസ്ഫോം കാണാനുള്ള അതിൻ്റെ ഇക്വേഷൻ അറിയാം, h of z is equal to n is equal to 0 to 6 h of n into z raised to -n. സോ ഇതിനകത്ത് നമുക്ക് n-ന് ഡിഫറെൻറ്റ് വാല്യൂസ് ഈ സമ്മേഷൻ ഒന്ന് അകത്തേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും, h of 0 into z raised to 0, h of 1 into z raised to -1, h of 2 into z raised to -2 up to h of 6 into z raised to -6. ഈ എല്ലാ വാല്യൂസും നമുക്ക് അറിയാമല്ലോ, വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഈ വാല്യൂസ് നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് ദിസ്. ഇതിനകത്ത് h of 0യും h of 6ഉം സെയിം വാല്യൂ ആണ്. സോ വി ക്യാൻ ടേക്ക് ദിസ് ഔട്ട് സൈഡ്. അതേപോലെ തന്നെ h of 1ഉം h of 5ഉം ഞാൻ ഈ കളറൈസ് ചെയ്തിട്ടുള്ളത് ആ സെയിം വാല്യൂ വെച്ചിട്ടാണ്. സോ സെയിം കളറിലുള്ള വാല്യൂ സെയിം വാല്യൂസ് ആണ് വരിക. സോ വി ക്യാൻ ടേക്ക് ദോസ് ഔട്ട് സൈഡ്. ആൻഡ് h of 3 മാത്രമാണ് ഒറ്റയ്ക്ക് വരുന്നത്, അത് നമ്മൾ ലാസ്റ്റിലൂടെ എഴുതിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ h of z-ൻ്റെ ഇക്വേഷൻ. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ആൻസറായി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ലീനിയർ ഫേസ് FIR ഫിൽറ്ററിൻ്റെ ഡിസൈൻ യൂസിങ് ഫ്രീക്വൻസി സാമ്പിളിംഗ് ടെക്നിക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.